ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻസ്വിഫ്റ്റ് കണ്ടിട്ടില്ലെങ്കിലുള്ള കുറച്ച് റെമഡീസ്. പക്ഷേ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് മുകളിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഡെവലപ്പർ എടുത്തിട്ട് അതിൽ ആഡിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണോ താഴെയുള്ള 3 സെക്ഷനില്ല ഷിഫ്റ്റിൻ്റെ ആ ഒരു 3 എണ്ണവും ടിക്ക് ചെയ്തിടുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ആ ഒരു സൊല്യൂഷനാണ് ചിലപ്പോൾ എന്തെങ്കിലും ഓഫായി കിടക്കുന്നത് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് വരാൻ അത് സഹായിക്കും. എന്തായിരുന്നു ഡെവലപ്പറിൽ പോയിട്ട് അതിൽ ആഡിന്. സോ നമുക്ക് ഈ ഒരു എക്സലിൽ ഒരു ആഡിൻ കണ്ടോ, അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? പി സി കണക്ടറാണ്. പി സി കണക്ടറും ഷിഫ്റ്റും ഈ 2 എണ്ണം ഓർത്ത് വെച്ചോളി. പി സി കണക്ടർ അതേപോലെ തന്നെ ഷിഫ്റ്റിൻ്റെ ഈ 2 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ഷിഫ്റ്റ് റൺ ചെയ്യിപ്പിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ, ഫസ്റ്റത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഓഫായിട്ട് ടിക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കത് ഓണാക്കിയാൽ പ്ലാൻ ഷിഫ്റ്റ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. സോ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഡെവലപ്പർ ടാബ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് നോക്കാം. ഒന്നെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കസ്റ്റം റിബണിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാം. ഡെവലപ്പർ എടുക്കാം, കസ്റ്റമൈസ് റിബണിൽ കസ്റ്റം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഫയലിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഓപ്ഷൻസിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു അതിൻ്റെ കുറച്ച് ഇതുണ്ടാവും ഡാറ്റാസ്, ആ ഒരു ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ കിട്ടും. 2 ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പർ ടാബ് എടുക്കാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സോ ഇനി നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴും നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് അവൈലബിൾ അല്ല. പക്ഷേ ഇൻ കേസ് ഇന്ത്യയിൽ പ്ലാൻസ്വിഫ്റ്റ് അവൈലബിൾ ആണ്, ഞാൻ ഓഫാക്കിയിട്ടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളെന്ത് ചെയ്യാം, പ്ലാൻസ്വിഫ്റ്റിലോട്ട് പോയിട്ട് അതിൽ സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡിൽ പോയിട്ട് ഇനാബിൾ എക്സൽ ഇൻ്റഗ്രേഷൻ. എന്താണ്, പ്ലാൻസ്വിഫ്റ്റിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡിൽ പോയിട്ട് ഇനാബിൾ ഇൻ്റഗ്രേഷൻ. സോ ഇപ്പോഴും വന്നോ? ഇല്ല. അപ്പോൾ അതുമല്ല പ്രശ്നം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ അങ്ങനെ വരില്ല, കാരണം ഞാനത് ഓഫാക്കി ഇട്ടിട്ടാണ്. സോ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി അത് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തത്, ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓഫാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു അതിൽ മോർ കമൻസിൽ എങ്ങാനും എന്താ പറയുക, ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ സെലക്ട് ആവാതെ വിട്ടു പോയിട്ടുണ്ടാവും. ആ ഒന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, പ്ലാൻസ്വിഫ്റ്റ് അതിലുണ്ടോ. ഇനി നമ്മൾ എങ്ങാനും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ടൊക്കെ പോയിട്ടൊന്ന് നോക്കുക. പി വെച്ചിട്ട് പ്ലാൻസ്വിഫ്റ്റ് എങ്ങാനും എന്താ പറയുക, ചിലപ്പോൾ മേ ബി ക്ലോസ്ഡ് ആയിരിക്കാം. ഇൻ കേസ് ചിലപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആയാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാനിപ്പോൾ ഷീറ്റ് കാണിച്ചു തരുന്നത്. 2 ഷീറ്റ് തമ്മിൽ ഇങ്ങനെയുണ്ട്. ഇതേപോലെ പ്ലാൻസ്വിഫ്റ്റ് ഉണ്ടാവും, അതേപോലെ ഇപ്പുറത്തായിട്ട് നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് എക്സലിൽ പ്ലാൻസ്വിഫ്റ്റ് ഷീറ്റും ഉണ്ടാവും. ഈ ഒരു 2 ഷീറ്റ് എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ആഡിനിൽ പോയിട്ട് ഞാനിപ്പോൾ ഓണാക്കിയിട്ടിരിക്കുകയാണ് പ്ലാൻസ്വിഫ്റ്റ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ പി സി കണക്ടർ എന്ന സംഭവമൊക്കെ ഉണ്ടാവും. പി സി കണക്ടർ എന്ന് കണ്ടോ, അതൊക്കെ ഞാൻ നേരത്തെ ഓർമ്മിക്കാൻ പറ്റില്ല. അതിന് താഴെയായിട്ട് എക്സലിന് ഡിസേബിൾഡ് സംഭവം കണ്ടോ, അതിൽ ഗോ കൊടുക്കുക. ഡിസേബിൾഡ് ഐറ്റംസിൽ ഗോ കൊടുത്താൽ എങ്ങാനും നമ്മൾ ഓഫായി കിടന്നിട്ടുണ്ടെങ്കിൽ അതും എന്താവും, ഇനാബിൾ ആവും. അതുമല്ല പ്രശ്നം എങ്കിൽ എൻ്റേത് ഇതാട്ടോ ഓണാണ്, അതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ഓഫാണെങ്കിൽ അത് അവിടെ കാണിക്കും. സോ എന്ത് ചെയ്യും, ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം എങ്കിൽ ഇപ്പം നമുക്ക് 3 സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് ഒരു കുറച്ച് മെനക്കെട്ടൊരു പണിയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും അതിൽ കിട്ടും. നമ്മൾ അക്കൗണ്ട്സിൽ പോയിട്ട് താഴെയായിട്ട് എബൌട്ട് എക്സൽ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര 64 ബൈറ്റ്സിൻ്റെ ആണ് കേട്ടോ. 32 ഉണ്ടാവും, 64 ഉണ്ടാവും. ഇതെന്തിനാണ്, നമ്മളെ കയ്യിലൊരു ഫയലുണ്ട്, നമ്മളെ കയ്യിലൊരു ആഡിൻ ഉണ്ട്, ആഡിൻ ഫയൽ. ആ ഫയൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാം. ദെൻ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം. എല്ലാ ഫയൽസും നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള അതൊക്കെ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് എക്സൽ ഉണ്ട്, നമ്മളെ പ്ലാൻസ്വിഫ്റ്റ് ഉണ്ട്, ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള സകലതും ഒന്നെങ്കിൽ ടാസ്ക് മാനേജർ എടുത്തിട്ട് എൻഡ് ടാസ്ക് കൊടുക്കുക. മിനി ടാസ്കിൽ ഇതിലൊക്കെ എല്ലാം ഓൾ എൻഡ് ടാസ്ക് കൊടുത്ത ശേഷം നമുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ക്ലോസ് ചെയ്യാം. നമ്മളിതിൽ പോകുന്നത് എവിടെയാണ്, പി സി
PC ലോക്കൽ ഡിസ്ക് സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇത് നമുക്ക് വളരെ എന്താ പറയുക വേണ്ട ഒന്നാണ്. സോ ഈ ഒരു ഇതിൽ ആദ്യം ലോക്കൽ ഡിസ്ക് സിയിൽ യൂസേഴ്സ് നമ്മുടെ സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിലൂടെ പോയിട്ട് എന്താണ് ആപ്പ് ഡാറ്റ, അതിൽ നിന്ന് റോമിങ്ങിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്ന് ആഡിങ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർത്ത് വെക്കണം കേട്ടോ, കാരണം ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഡിങ് ഇത് ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഡാറ്റയാണ്. അത് പ്ലാൻസ്വിഫ്റ്റിൻ്റെ ഫയലാണ്, ആഡിങ് ഫയലാണ്. ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തില്ലേ 64 ബൈറ്റാണോ 32 ബൈറ്റാണോ ചെക്ക് ചെയ്തില്ലേ, അതിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ, അത് ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടാവും, ആഡിൻ ഫയലായിരിക്കും. അത് 32 ബൈറ്റിൻ്റെ ഉണ്ട്, 64 ബൈറ്റിൻ്റെ ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റം ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇൻ കേസ് ഞാൻ അതിലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താണ് ജസ്റ്റ് ഇതിലൊക്കെ ഉണ്ടോ 64 ഉണ്ട്, അതേപോലെ തന്നെ 32 ബൈറ്റ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ നമ്മളെ ഫയൽ കിട്ടും. നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഫയലാണ്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, Ctrl+C അമർത്തിയിട്ട് രണ്ടും കോപ്പി ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇത് നമ്മൾ പോയില്ലേ, ഇപ്പോൾ സ്റ്റെപ്പ് പോയില്ലേ, അതേ സെയിം സ്റ്റെപ്പിലൂടെ പോവുക. എന്താണ് PC ലോക്കൽ ഡിസ്ക് യൂസേഴ്സ്, നമ്മളെ സിസ്റ്റത്തിൻ്റെ പേര് വരും, ആപ്പ് ഡാറ്റ, റോമിങ്, മൈക്രോസോഫ്റ്റ്, ആഡിൻ. ദെൻ എന്ത് ചെയ്യുക, നമ്മളിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ പേസ്റ്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് അവിടെ CMD എന്ന് അടിക്കുമ്പോൾ കമൻറ്റ് പ്രോപ്പർട്ടി എന്ന സംഭവം കാണും. അതിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ. ഇത് നമ്മളെ സിസ്റ്റമാണെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമ്മുടെ ഓഫീസ് സിസ്റ്റമൊക്കെ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനൊരു ടെക്നിക്കൽ സെക്ഷനും കൂടി ഉണ്ടാവും. അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഇത് വരും. അതിൽ CD എന്ന് അടിച്ചെടുക്കുക. ആദ്യം CD എന്ന് അടിച്ചു കൊടുത്തിട്ട് സ്പേസ്, ഒരൊറ്റ സ്പേസ്, ആ സ്പേസ് വിട്ട ശേഷം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്കിവിടെ ഒരു ഡാറ്റ കിട്ടിയിട്ടില്ലേ, നമ്മൾ വന്ന വഴി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. നമ്മൾ ആ ഫയലിലോട്ട് ആഡിങ്ങിലോട്ട് വന്ന ആ ഒരു വഴി അത് ജസ്റ്റ് ഒന്ന് Ctrl+C കൊടുത്തിട്ട് കോപ്പി ചെയ്ത ശേഷം ഇതിൽ CD കൊടുത്ത് ഒരു സ്പേസ് വിട്ട ശേഷം അത് പേസ്റ്റ് ചെയ്യാം. ദെൻ എൻ്റർ അമർത്തുമ്പോഴും സെയിം ആ ഡയലോഗ് തന്നെ വരും. ദെൻ എന്ത് ചെയ്യാം, നമുക്കിനി ഒരു ഷോർട്ട് ഫോം ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. REG എന്താണ് REG രജിസ്റ്റർ ചെയ്യുകയാണ് നമ്മൾ. SVR പിന്നെ 32 പിന്നെന്താണ് ഒരു സ്പേസ് PS കണക്റ്റർ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? PS കണക്റ്റർ സ്വിഫ്റ്റ് ഓർത്തുവെക്കാൻ അതുതന്നെ ഇവിടെ നോക്കുന്നത്. PS കണക്റ്റർ പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ നമ്മളിവിടെയുള്ള PSC കണക്റ്റർ 9 കൊടുത്തിട്ട് അത് എവിടുത്തെ പേരാന്ന് മനസ്സിലായില്ലേ? നമ്മളെ ഫയൽ നെയിമില്ലേ, ആഡിൻ്റെ ഫയലിൻ്റെ നെയിം അതാണ് 9.DLL ആണ് കേട്ടോ, അത് 1 അല്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനൊരു ഇത് വരും, നമ്മൾ സക്സീഡ് ആണെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സ്വിഫ്റ്റിൻ്റെ ഫയൽ കൊണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യണം. എന്ത് ചെയ്യണം, REG SVR 32 സ്പേസ് മറ്റേ സെക്കൻഡ് ഫയലില്ലേ സ്വിഫ്റ്റിൻ്റെ SWFDX ഒരു ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്തിട്ട്. ഇതിലിപ്പോൾ 2 എണ്ണം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഇത് ഫസ്റ്റ് വരുന്നത് REG SVR 32 ഇതാണ് വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ആ സെയിം നെയിം, നമ്മളെ ഫയലില്ലേ ആഡിൻ്റെ ഫയൽ, അതിൻ്റെ സെയിം പേരാണ്. ദെൻ എൻ്റർ അമർത്തുമ്പോൾ ഇതേപോലെ വരും. ദെൻ നമുക്ക് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സിറ്റ് അടിക്കുക, എൻ്റർ അമർത്തുക. സോ ഇറ്റ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എക്സൽ ഫയലിൽ നമുക്ക് എക്സലിൻ്റെ മുകളിലായിട്ട് പ്ലാൻസ്വിഫ്റ്റ് കാണാൻ പറ്റണം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സിസ്റ്റത്തിന്. സോ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം, അതേപോലെ തന്നെ എക്സൽ ഫയലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആക്കാം. ദെൻ സെക്കൻഡ്ലി നമുക്ക് എക്സൽ ഓപ്പൺ ആക്കാം. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. പിന്നെന്താ വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചിട്ട് മാറും കേട്ടോ. അപ്പോൾ ഏസറിൻ്റെ ആണെങ്കിൽ ഏസറിൻ്റെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെല്ലിൻ്റെ ആണെങ്കിൽ ഡെല്ലിൻ്റെ ആ ഒരു പേര് വ്യത്യാസം വരും. ആ സ്റ്റെപ്പ് എല്ലാതും സെയിം തന്നെ ആയിരിക്കും. പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീഡ് ആവില്ല, രജിസ്റ്റർ ആവില്ല, അത് എറർ കാണിക്കും. ദെൻ നമുക്ക് എക്സൽ ഷീറ്റ് ഓപ്പൺ ആയി. ഇനി പ്ലാൻസ്വിഫ്റ്റിൻ്റെ ഫയൽ ഓപ്പൺ ആയി. ഇനി നമുക്ക് എക്സൽ ഷീറ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. എക്സൽ ഷീറ്റും ഇതേപോലെ ഓപ്പൺ ആക്കി എടുത്ത ശേഷം എക്സലിലെ ഒരു ഭാഗത്തായിട്ട് എക്സൽ ഫയലിൻ്റെ മുകളിലായിട്ട് ഡെവലപ്പറിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടോ, ഇപ്പോൾ പ്ലാൻസ്വിഫ്റ്റ് വന്നുണ്ടോ, അങ്ങനെ വരും. സോ നമുക്ക് എന്തായിട്ട് ഞാനത് പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതാ എൻഡിലായിട്ട് പ്ലാൻസ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് കിട്ടി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലാൻസ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഡെവലപ്പറിൽ പോയിട്ട് ഞാൻ ഇതൊക്കെ ഓണാണോ ഞാൻ ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ ഓണായി ഇടേണ്ടതൊക്കെ ഓണാക്കി ഇട്ടിട്ട് ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണമൊന്നും വേണ്ട. സോ ഇതൊക്കെ എല്ലാം ഓണാണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്ത ശേഷം ജസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യുക. പ്ലാൻസ്വിഫ്റ്റ് എടുക്കുക. ദെൻ മുകളിലായിട്ട് കണക്ട് എന്ന ഓപ്ഷൻ കണ്ടില്ല, അതിൽ കണക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ സാധാരണ റീഡിങ് എടുക്കുന്ന പോലെ ഏതെങ്കിലും കൗണ്ടോ ഏതെങ്കിലും എടുത്തിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്.